വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ. വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ. കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടുനോറ്റു പൂവിട്ട തൈമുല്ല. പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ് കലണ്ടറിൽ ചൂട്ടുകത്തിച്ചു കിടക്കും അവധികൾ. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് പ്രതിഫലം കിട്ടും. എന്നാൽ നമ്മൾ വളരെ ആസ്വദിച്ചാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഹോബി ചെയ്യുന്ന പോലെ ആണ് ആ ജോലി അനുഭവപ്പെടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രതിഫലം കൂടാതെ നമുക്കതിന് ഒരുപാട് ആഹ്ലാദം ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ആ ജോലിയിൽ നിന്നുള്ള ആഹ്ലാദം പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അങ്ങനെ വളരെ ആസ്വദിച്ച് ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരുക്കിയ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് വിവിധങ്ങളായ ചിത്രങ്ങളോട് നമ്മൾ കാണുന്നത്. മഹാനായ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് സൈറ്റിലോട്ട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതൊരു പ്രൊഫഷൻ ആയിട്ട് എടുത്തിട്ടില്ല, പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസത്തെ ഷൂട്ടിംഗ് പോകുമ്പോഴും അതൊരു പാഷൻ എടുത്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും മഹാനടനായ മോഹൻലാലും അതുപോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊഫഷണൽ പാഷൻ എന്നാണല്ലോ പറയുന്നത്. തന്റെ കർമ്മമണ്ഡലത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം ഈ ആശയങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പഞ്ചായത്തിലെ ഫുൾ ടൈം ലൈബ്രറിയൻ എന്ന തസ്തികയിൽ ജോലി നോക്കിയിരുന്ന കണ്ണൂർ മയിൽ സ്വദേശിയായ പി കുഞ്ഞികൃഷ്ണൻ എന്ന നമ്മുടെ സ്വന്തം കുഞ്ഞു സാറിന് ഈ മാസം 31-ാം തീയതി മെയ് 31-ാം തീയതി വിരമിക്കുകയാണ്. സാർക്ക് ഉചിതമായ ഒരു യാത്രയൊക്കെ നൽകുക എന്നാണ് നമ്മുടെ പരിപാടിയുടെ ലക്ഷ്യം. ജന്മദിനം മുതൽ മരണാനന്തര ചടങ്ങുകൾ വരെ ഓൺലൈനായി മാറിയ അത്രയും ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ കോവിഡ് എന്ന മഹാമാരി ആയതിനാൽ ഈ യാത്രയെ തുടർന്ന് നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഒരു പ്രോഗ്രാമാക്കി മാറ്റുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പാർക്കിംഗ് ഏരിയയിലുള്ള വളരെ ചെറിയൊരു മുറിയിൽ എല്ലാ മഴക്കാലത്തും ഓടവെള്ളം കഴിയുന്ന രണ്ട് പ്രളയത്തിലും മുങ്ങിപ്പോയ എല്ലാ പുസ്തകങ്ങളും പ്രളയത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ പാറി നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ചെറിയൊരു ലൈബ്രറിയിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മനോഹരമായ സജ്ജീകരണങ്ങളിലേക്ക് ആ ലൈബ്രറി കൊണ്ടുവന്നത് സാറിന്റെ ഒറ്റ പരിശ്രമത്തിലൂടെയാണ്. അപ്പോ കുഞ്ഞികൃഷ്ണൻ സാർ നിരന്തരമായി ഭരണകേന്ദ്രങ്ങളിൽ നടത്തിയ ഇടപെടലിലൂടെയും സമ്മർദ്ദത്തിലൂടെയുമാണ് ഇങ്ങനെ ഒരു ലൈബ്രറി യാഥാർത്ഥ്യമായി തീർന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രകൾക്ക് നൽകാനാണ് നമ്മൾ ഇങ്ങനെയൊരു ശ്രമം നടത്തുന്നത്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ്, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് സാറിന്റെ പ്രവർത്തന ശൈലിയും സാറിന്റെ പിന്തുടർന്ന ആ ഒരു ജീവിതവും. അപ്പോ അദ്ദേഹത്തിനെ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. വീട്ടിലേക്ക് എന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, ശ്രീ വി വിനയചന്ദ്രന്റെ കവിതയിലെ വരികളാണ് ഈ അവസരത്തിൽ ഏറ്റവും ആക്ട് ആയിട്ടുള്ള വരികൾ. ഞങ്ങൾക്കും ചോദിക്കാൻ ആഗ്രഹം സാറിന്റെ തിരിച്ചുപോക്കിനെ കുറിച്ച് തന്നെയാണ്. ഉത്തരേന്ത്യയിൽ സന്നദ്ധ പ്രവർത്തനമായി പോകണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. 18-ാം വയസ്സിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ചെറിയ ജോലിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ ലൈബ്രറിയനായി കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് സ്വന്തം ജില്ലയായ കണ്ണൂരിനടുത്തുള്ള കാസർഗോഡ് മുളിയാർ 14 കൊല്ലം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ 7 കൊല്ലം പാലക്കാട് എലപ്പുള്ളിയിൽ. എന്തായിരുന്നു ഇത്ര നീണ്ട കാലം എലപ്പുള്ളിയിൽ തന്നെ തുടരാനുണ്ടായ ചെയ്തുകൊടുക്കുന്നത്?
എവിടെയും എനിക്കൊരു വീടുണ്ട് എന്നാണല്ലോ ONV പറഞ്ഞത്. അതുപോലെ ഏതൊരു പഞ്ചായത്തിൽ പോയാലും നമ്മൾ ജോലി ചെയ്തതാണ്. അതുകൊണ്ട് കാസർഗോഡ് കിട്ടി, കാസർഗോഡ് പോയി. എലപ്പള്ളിയിൽ വന്നു, എലപ്പള്ളിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ പഞ്ചായത്തിലും ലൈബ്രറികളില്ല. അതുകൊണ്ട് തന്നെ ഒരു 965 പഞ്ചായത്തുകളില് 165 പഞ്ചായത്തുകളിൽ മാത്രമേ ലൈബ്രറികളുള്ളൂ. അതൊരു വലിയ പരിമിതിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സ്ഥലമാറ്റത്തിന് ഒരു പരിമിതി, അങ്ങനെ സ്ഥലമാറ്റം പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സർക്കാർ പറയുന്നു ഇവിടെ ജോലി ചെയ്യാൻ. പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന പ്രവണത ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലമാറ്റത്തിനേക്കാൾ കൂടുതൽ സാധാരണ സ്ഥലത്ത് നിന്നപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സമയം ലഭിച്ചു. തുടർച്ചയായ സ്ഥലമാറ്റം മൂല്യങ്ങളായിരുന്നപ്പം സാറൊരു അപ്പൊ സാറിന് പറഞ്ഞു 100 താഴെ പഞ്ചായത്തുകളിൽ മാത്രമേ ഫുൾ ടൈം ലൈബ്രറി ഉള്ളൂന്ന്. അപ്പൊ എല്ലാ പഞ്ചായത്തുകളിലും ലൈബ്രറി വരികയാണെങ്കിൽ, ഫുൾ ടൈം ലൈബ്രറികൾ പഞ്ചായത്തുകളനുസരിച്ച് വരികയാണെങ്കിൽ ഗ്രാമീണ മേഖലയിൽ ഒരു വിജ്ഞാന സമ്പാദനത്തിനുള്ള ഒരു വഴിയായിട്ടില്ല. തീർച്ചയായിട്ടും അത് യാതൊരു സംശയമില്ല. കേരളത്തിൽ 3 തരത്തിലുള്ള ലൈബ്രറി സംവിധാനമുണ്ട്. ഒന്ന് പിന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള ഫുൾ ടൈം ലൈബ്രറികൾ, പാർട്ട് ടൈം ലൈബ്രറികൾ. മറ്റൊന്ന് കേരള ഗ്രന്ഥശാല സംഘടനയുടെ നേതൃത്വത്തിലുള്ള 8000-ലധികം വരുന്ന ലൈബ്രറികൾ. അതോടൊപ്പം തന്നെ മറ്റ് സ്പെഷ്യലൈസ്ഡ് ലൈബ്രറികളും ജില്ലാ ലൈബ്രറികളും വേറെയുണ്ട്. എങ്കിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇതുപോലുള്ള ലൈബ്രറികൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ കൂടിയായിട്ട് വലിയ സംവിധാനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന, എല്ലാ അറിവുകളും കിട്ടുന്ന ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നാൽ അത് കേരളത്തിന്റെ ഭാവി ചരിത്രത്തിന് ഏറ്റവും വലിയ മെച്ചമായിട്ടാണ് നമുക്ക് കാണുന്നത്. എല്ലാം ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ എല്ലാ വിവരങ്ങളും, എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ വിജ്ഞാനങ്ങളും കിട്ടുന്ന ഒരു പ്രാദേശിക സർവകലാശാലയായിട്ട് ലൈബ്രറി രൂപാന്തരപ്പെട്ടു വരണം. ആ നിലയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നമ്മുടെ സാംസ്കാരിക സംവിധാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ വൈജ്ഞാനിക മേഖലക്കും ഒരു വലിയ നേട്ടം തന്നെയാണ്. സാധാരണ പറയുമ്പോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പൊ അവർക്ക് വേറെ നമ്മുടെ സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള ആളുകളെ അപേക്ഷിച്ച് ഈ മാതിരിയുള്ള വിജ്ഞാന കാര്യങ്ങളൊക്കെ ലഭിക്കാൻ ഉള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ ഈ തരത്തിലുള്ള ഒരു സാധ്യത ഒരു ഗ്രന്ഥശാലക്കകത്ത് സർഗാത്മകമായിട്ടുള്ള മേഖലയുണ്ട്, വൈജ്ഞാനികമായിട്ടുള്ള മേഖലയുണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആയിട്ടുള്ള മേഖലയുണ്ട്. ഇങ്ങനെ 2-3 മേഖലകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ എല്ലാ കലകളെയും, എല്ലാ വിജ്ഞാനത്തെയും, എല്ലാ ഇൻഫർമേഷൻസിനെയും, എല്ലാ സർഗാത്മക സാഹിത്യത്തെയും ഒക്കെ ലഭിക്കുന്ന ഒരു മികവുറ്റ കേന്ദ്രമായിട്ട്, മികവിന്റെ കേന്ദ്രമായിട്ട്, ഏറ്റവും മികച്ച പ്രവർത്തനമായിട്ട് നമുക്ക് ഓരോ പഞ്ചായത്തിലും ലൈബ്രറികൾ വേണം. അതൊരു പ്രാദേശിക സർവകലാശാലയാണ്. അതാണ് ലൈബ്രറിയൻ ആവുമായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സാറ് ജീവിതത്തിൽ എന്തായിരുന്നത്, അല്ലെങ്കിൽ എന്താവുമായിരുന്നു? ലൈബ്രറിയൻ ആകുമായിരുന്നില്ലെങ്കിൽ എന്ത് ആകും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ജീവിത പ്രാരബ്ധമാണ്. എല്ലാ ജോലിയും ചെയ്യാം. നന്നേ ചെറുപ്പം മുതലേ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു പ്രയാസം, സ്വാഭാവികമായിട്ട് കിട്ടാവുന്ന പണിയൊക്കെ കിട്ടുക. അതില് പിന്നെ റേഷൻ ഷോപ്പിൽ കണക്കെഴുതിയിട്ടുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ പത്രം വിൽപ്പനക്കാരനായിട്ടുണ്ട്, അതുപോലെ പിന്നെ പോസ്റ്റ് ഓഫീസില് ED ജീവനക്കാരനായിട്ടുണ്ട്. ആ സമയത്ത് ലൈബ്രറിയിൽ കൂടി പ്രവർത്തിച്ചു ആ പ്രാദേശിക. അതുകൊണ്ട് തന്നെ ആ ലൈബ്രറിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ലൈബ്രറി എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലേക്ക് വരികയും അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പാസ്സാക്കുകയും ഒരു ലൈബ്രറിയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അതിന്റെ ഒരു സംഭവം. അപ്പോ ലൈബ്രറി ആവണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ, വിജ്ഞാനങ്ങൾ, നിരവധി ആശയങ്ങൾ. മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന വലിയ, നിങ്ങൾ ഇതിന്റെ 4 നോക്കി എത്ര മാത്രം എന്തെല്ലാം ആശയങ്ങൾ,
എന്തെല്ലാം ആശയങ്ങൾ, എല്ലാ മതങ്ങളുണ്ട്, എല്ലാ തത്വശാസ്ത്രങ്ങളുണ്ട്, എല്ലാ നോവലുകളുണ്ട്, എല്ലാ കഥകളുണ്ട്, എല്ലാ കവിതകളുണ്ട്. പണ്ട് പിന്നെ കണ്ണശരാമായണം മുതൽ ആധുനിക രാമായണം വരെ നമുക്ക് അതൊക്കെ വലിയൊരു കാര്യമല്ലേ. പഞ്ചായത്ത് ലൈബ്രറികളിൽ കൂടുതൽ ജനകീയവൽക്കരിക്കാൻ കൂടുതൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ട് പുസ്തകങ്ങളെല്ലാം വാങ്ങാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് അനുവദിക്കുന്നതിനെ പറ്റിയിട്ട് കൂടുതൽ പുതിയ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസിൽ നിന്ന് ഫലപ്രദമായ എല്ലാ നിർദ്ദേശങ്ങളും സാർക്ക് പറയാനുണ്ട്. സാധാരണ ഇതിൽ നമ്മള് 2 രീതിയിലുള്ള ഫണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്ത ഗ്രന്ഥാലയങ്ങൾക്ക് കിട്ടുന്ന ഗ്രാന്റ്, ലൈബ്രറി കൗൺസിലിന്റെ ഗ്രാന്റ്. രണ്ടാമത് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതമായിട്ട് കിട്ടുന്ന ഗ്രാന്റ് അല്ലെങ്കിൽ തുകയും. ഇപ്പോ ഈ കാണുന്ന പിന്നെ ബിൽഡിങ്ങും അതിന്റെ സംവിധാനങ്ങളും ഭൂരിഭാഗവും ഉണ്ടായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നുള്ള തുക ഉപയോഗിച്ചിട്ടാണ്. അത് കാലാകാലമായിട്ട് ഒരു നിശ്ചിത തുക ഈ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു തുക അലോക്കേറ്റ് ചെയ്യുകയും നിർബന്ധപൂർവം അത് വളരെ ഗൗരവമായിട്ട് വ്യത്യസ്ത പരിപാടികൾക്ക് വേണ്ടിയിട്ട്, വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് അലോക്കേറ്റ് ചെയ്യുന്ന തുക വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു നിർബന്ധിതമായ ഒരു വ്യവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ലൈബ്രറി പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാല് പൊതുവെ ഇതൊരു യാത്രയപ്പിന്റെ ശോകമുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഐസ് മെൽറ്റിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് സാറിന്റെ ഒരു പ്രണയ വിവാഹമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രണയ കാലഘട്ടത്തില് സാർക്ക് ഇപ്പോഴും ആ മധുരിക്കുന്ന ഓർമ്മകൾ, ആ കാലഘട്ടത്തിലുള്ള മധുരിക്കുന്ന ഓർമ്മകൾ ചോദിക്കുന്നത് നവനീതിന് ഭാവിയിൽ മാതൃകയാക്കി. അപ്പൊ നമ്മുടെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു ചടങ്ങാണ്. ഇങ്ങനെ സാധാരണ ചില ആളുകൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ജാതി, മതം, ഭാഷ, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ, ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന സമൂഹമാണ്. അപ്പൊ അതിനൊന്ന് മാറ്റണം. അതിനെ മാറ്റണമെങ്കിൽ ആര് മാറ്റണം? നമ്മൾ തന്നെ മാറ്റണം. നമ്മൾ മാറണമെങ്കിൽ നമുക്ക് ഇപ്പോ പിന്നെ ജാതി വ്യവസ്ഥക്കെതിരായിട്ട് തിരിയണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് കല്യാണം നമ്മൾ മറ്റു ജാതികളിൽ നിന്ന് കഴിക്കണം. എന്നെങ്കിൽ മാത്രമേ അത് മാറുള്ളൂ. ജാതി വ്യവസ്ഥയെ പൊട്ടിക്കാൻ, ബ്രേക്ക് ചെയ്യാൻ, നമ്മുടെ ജാതിയെ പൊട്ടിക്കണമെങ്കിൽ കല്യാണം മറ്റു ജാതികളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ നിന്ന് നമ്മൾ കഴിച്ചേ മതിയോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ നിലയിലുള്ള ഒരു സംവിധാനത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത്. വിപ്ലവം എന്ന് നമുക്ക് ഈ വിപ്ലവം പറയുന്നത് അങ്ങനെ ഉള്ള ഒരു സംഗതിയല്ല. അത് ഇപ്പൊ നവനീതിന് എത്രത്തോളം ജീവിതത്തിൽ അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ഗുരുവിനെ നോക്കൂ. ഒരു ജാതി നിർമ്മതം ഒരു ദൈവം മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഗുരുവിന്റെ ഒരു ബോധമുണ്ട്. ഗുരുവാക്യമെല്ലാം ലഘുവാക്യമായി എന്നുള്ളതാണ്. ഗുരുവാക്യമെല്ലാം ലഘുവാക്യമായി, ഗുരുവിന്റെ ദുഃഖം ധ്വനി മാത്രമായി എന്ന് പറയുന്നു. അപ്പോ അത് ധ്വനിയല്ല, മറിച്ച് അതൊരു ജീവിതമാണെന്ന് കാണിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മള് മുന്നോട്ടേക്ക് വരേണ്ടതാണ്. സമൂഹത്തെ അതല്ലെങ്കിൽ സമൂഹം യാത്ര ചെയ്യുന്ന വാഹനമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം സങ്കല്പിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യ ആശയങ്ങളും സമൂഹത്തിൽ നിലനിൽക്കേണ്ട ബഹുസ്വരതയും മതനിരപേക്ഷതയും ഒക്കെ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലൈബ്രറി പോലുള്ള ഒരു സംവിധാനത്തിന് വളർന്നു വരുന്ന തലമുറയിൽ, അതായത് നമ്മള് ചട്ടയിലേക്കിലും ദുർഗതിന് പറയുന്ന പോലെ ചെറിയ കുട്ടികളിൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, പകർന്നു നൽകുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ? ലൈബ്രറി എന്ന് പറയുന്നത് നിങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ ഈ ചുറ്റിലുള്ള ഒരു സംഭവം, നിങ്ങള് അവിടെ മതങ്ങളെ കാണാം,
അതിനപ്പുറം സാമൂഹ്യശാസ്ത്രം കാണാം, അതിനപ്പുറം ആരോഗ്യശാസ്ത്രം കാണാം. ഇതിന്റെ സർഗസാഹിത്യങ്ങളുടെ ഒരു വലിയ മേഖല തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ റഫറൻസ് ഗ്രന്ഥങ്ങൾ വേറെ ഭാഗത്തുണ്ട്. ഇങ്ങനെ ഒരു എല്ലാ തരത്തിലും എല്ലാ വിജ്ഞാനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഗാന്ധിക്കും മാർസിനും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഖുറാനും ബൈബിളും ഇപ്പൊ ഖുറാനും ബൈബിളും ഗീതയും അവിടെ ഇരിക്കുമ്പോൾ യാതൊരു പ്രയാസമില്ല. ഇത് എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ അത് പരമാവധി നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പരസ്പരമുള്ള ആശയവിനിമയത്തിന്റെയും സംവേദനത്തിന്റെയും ഒരു മാർഗമാക്കിയിട്ട് ലൈബ്രറി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിജ്ഞാനമാണ് രൂപാന്തരപ്പെട്ടു വരിക. ആ നിലയിൽ കുട്ടികളിലും അതുപോലെ തന്നെ മറ്റുള്ളവരിലും എത്തിക്കാൻ പറ്റാവുന്ന രീതിയിൽ ലൈബ്രറി രൂപാന്തരപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാവാം. ഇത് മറ്റുള്ളവരുണ്ടാക്കുന്ന ഇപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓടയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു കൃതി നിങ്ങൾ വായിച്ചാൽ നിങ്ങളിൽ അനുകമ്പ ഇങ്ങനെ കൂടി വരും. അരുളന്റെ അനുകമ്പ ഒന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം, അരുളില്ല എങ്കിൽ അസ്ഥിതോ സ്ഥിരനാറുന്നൊരു ഉടുമ്പു താനികൻ, അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ അരുളിനെ ആ അനുകമ്പയെ ഒക്കെ നമുക്ക് ഈ ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അതിന് കലയുണ്ട്, യാതൊരു സംശയമില്ല. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പിന്നെ ആശാൻ പറഞ്ഞിട്ടുണ്ട്. ആശാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് വരികളുണ്ട്. ആശാന്റെ ഒരു വലിയ സാഹിത്യം തന്നെ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ കവികളും എല്ലാ സാഹിത്യകാരന്മാരും എല്ലാ സാഹിത്യകാരന്മാരും പാടുകയും പറയുകയും ചെയ്യുന്നത് അനുകമ്പയെ കുറിച്ചിട്ടും സ്നേഹത്തെ കുറിച്ചിട്ടും അപരനെ കുറിച്ചിട്ടുള്ള ബോധത്തെയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചിന്ത നമ്മുടെ കുട്ടികളിൽ ഉണ്ടായാൽ അത് എന്തായി മാറും? അപരബോധത്തിലേക്ക് എത്തിച്ചേരുകയും ആ അപരബോധത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റിക്കൊണ്ടുവരാനുള്ള മറ്റുള്ളവരോടുള്ള കരുതലാണ് നമ്മുടെ ജീവിതമാകുന്നത്. യഥാർത്ഥത്തിൽ ആ കരുതൽ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവരിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതലാണ്. നമ്മൾ കുരുവാങ്ങുന്നത് അത് വേറെ. പക്ഷെ ആ ഒരു കരുതലാണ് നമ്മൾ പരമാവധി ഇപ്പോ BU ആയിട്ടുള്ള നവരീതും LDC ആയിട്ടുള്ള നിസിയും ലൈബ്രറിനായിട്ടുള്ള ഞാനും ഈ കരുതലോടുകൂടി ഇരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു മറ്റുള്ളവർക്ക് വേണ്ടി അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണുമ്പോൾ അത് നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി പറ്റും? നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതാണ് ഈ ലൈബ്രറി. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തില് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി സാറ് അനുഭവം ഇവിടെ പങ്കുവെക്കാം. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തില് ഞാൻ വരുന്നത് 2014 ആ 14 വരുമ്പോൾ ലൈബ്രറി നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ ഒരു അവസ്ഥ അതായിരുന്നു. അപ്പോ ഈ ലൈബ്രറിയിലേക്ക് വരേണ്ടവരാരാണ്? വിദ്യാർത്ഥികളാണ്, യുവാക്കളാണ്, പ്രായമായവരാണ്. അപാരവൃത്തം ജനങ്ങൾ വരേണ്ടത് ഒരു സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം എത്തിച്ചേരേണ്ടത് വിദ്യാർത്ഥികളാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു അന്വേഷണവും ഒരു ആഗ്രഹവുമാണ് ഈ ക്യാമ്പുകളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നതിനേക്കാൾ താല്പര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കലകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു താല്പര്യമാണ്. കലകൾ എന്ന് പറഞ്ഞാൽ നാടകമുണ്ട്, ചിത്രകലയുണ്ട്, അതുപോലെ തന്നെ അവരുടെ യാത്രകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള വേദി നമ്മുടെ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വളരെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. അതെ ബൈജു ദേവിനെ മാതിരിയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ചിത്രകലാധ്യാപകര് വന്നിട്ടാണ് ആ ഒരുപാട് ആളുകൾ. നടനവീട് തുടങ്ങുന്നത് തന്നെ നമ്മുടെ പിന്നെ മണിയമ്മ ടീച്ചറുടെ കാലഘട്ടത്തിലാണ്. മണിയമ്മ ടീച്ചറുടെ കാലഘട്ടത്തിൽ 2014-15 നടനവീട് ആരംഭിക്കുന്നത്.
അപ്പൊ നടന വീട് അന്ന് മണിമാഷ അടക്കം കുറെ കലാകാരന്മാര് വരികയും ഈ കുട്ടികളെ അഭിനയം പഠിപ്പിക്കുകയും ഒരു 5-7 ദിവസം കൊണ്ടിരിക്കുന്ന 6 ദിവസം കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പായിരുന്നു. അപ്പൊ അങ്ങനെ അത് ആരംഭിച്ചു. കുട്ടികളിൽ വളരെ താല്പര്യമുണ്ടായി. പിന്നെ നടനയുടെ ഒരുപാട് പേര് പ്രാധാന്യത്തിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം അതിനുള്ളൊരു നാടകത്തിൽ അത് കാണാൻ ഒത്തിരി ഒരുപാട് ഒരു പരിപാടി. അപ്പൊ അങ്ങനെ നമ്മള് നാടകം, ചിത്രരചന, അതുപോലെ തന്നെ പഠനയാത്ര, പറമ്പിക്കുളത്താണ് പഠനയാത്ര വെച്ചത്. 2 പ്രാവശ്യം ഒരു ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പൊ കുട്ടികൾ തൃശ്ശൂർ അത് പോയിരുന്നു. ഒരു പ്രാവശ്യം നമ്മള് പിന്നെ കോഴിക്കോട് വരെ, കോഴിക്കോട് നമ്മുടെ ഇത് ക്രാഫ്റ്റ് വില്ലേജ്, പിന്നെ കുട്ടികളെ പോയിരുന്നു. ക്രാഫ്റ്റ് വില്ലേജ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് വടകരയ്ക്കുള്ള അടുത്തുള്ള ക്രാഫ്റ്റ് വില്ലേജ്, അതുപോലെ തന്നെ അവരുടെ അടുത്തുള്ള പിന്നെ നമ്മുടെ ശാസ്ത്ര മ്യൂസിയം, പിന്നെ കുട്ടികൾക്ക് ശാസ്ത്ര മ്യൂസിയം കുട്ടികൾ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഈ പിന്നെ എന്താണ് നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പ്ലാനറ്റോറിയം കാണുന്നു. ഇതൊക്കെ കണ്ടപ്പോ കുട്ടികളിൽ ഒരു വലിയ ബോധം നല്ല രീതിയിലുള്ള ഒരു ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികള് അവരുടെ ഇത് വലിയൊരു ഇത് നടന വീടാണ്ട്, പിന്നെ വരരുചി, ചിത്രരചന ക്യാമ്പ് വരരുചി ഉണ്ട്, അതുപോലെ തന്നെ പറമ്പിക്കുളം ക്യാമ്പ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു യാത്രകളുണ്ട്. ഇങ്ങനെ നമ്മുടെ തസ്രാക്കിലേക്ക് വളരെ മനോഹരമായിട്ട് കുട്ടികൾ പോയിട്ട് തസ്രാക്കിന്റെ മുമ്പില് തസ്രാക്ക് കണ്ടിട്ട് കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാനൊന്നുമില്ല. അതാണ് അതിനൊരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ക്യാമ്പും പരിപാടികളും ഒക്കെ വരുമ്പോ കുട്ടികളില് ഒരുതരം വൈജ്ഞാന ദാഹം ഉണ്ടാവും, ഒരുതരം കലാപരമായിട്ടുള്ള അഭിരുചി ഉണ്ടാവും. ഇതിനൊക്കെ ഉള്ള ഒരു കേന്ദ്രം നമ്മുടെ ലൈബ്രറി ആയിട്ട് മാറണം. നമ്മള് ഇതിനോട് കൂടെ തന്നെ കുട്ടികൾക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് നമ്മൾ സംഘടിപ്പിച്ച എത്രയോ സാഹിത്യ ചർച്ചകള്, കവിതാലാപന സദസ്സുകള്, പുസ്തക ചർച്ചകള്, ബുദ്ധസംഗമം എന്ന് പറയുന്നത് ഞാൻ അന്നേരം പറഞ്ഞില്ലേ, നമ്മള് ഈ റേഡിയോയിൽ ഒരു ദിവസം ഈ പിന്നെ ഒരു പരിപാടിയിൽ കേൾക്കുകയാണ്. എല്ലാ ബുധനാഴ്ചയും പുസ്തക ചർച്ച നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള പേര് ബുദ്ധസംഗമമാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയം കണ്ടപ്പോ എനിക്ക് തോന്നി അപ്പൊ അത് എല്ലാ ബുധനാഴ്ചയും നമുക്ക് നടത്താം എന്നുള്ള നിലയിലുള്ള ഒരു ആലോചന വന്നു. അങ്ങനെ പിന്നെ അധ്യാപകര്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികള്, ഇവരൊക്കെ കൂടി നമ്മുടെ ഓഫീസിലെ ജീവനക്കാര് എന്നുവേണ്ട കിട്ടാവുന്ന എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായി. അങ്ങനെ ബുദ്ധസംഗമം വെച്ചു. ബുദ്ധസംഗമത്തില് ഇപ്പോ പിന്നെ എത്ര ആളുകൾ, നമ്മുടെ ശിവകുമാർ മാഷ്, പിന്നെ അതുപോലത്തെ രാജേഷ് മേനോൻ, പിന്നെ നമ്മുടെ മണിമാഷ്, പിന്നെ അതുപോലെ പിന്നെ മാത്യു മാഷ് തുടങ്ങി ഒരുപാട് ആളുകൾ, ഒരുപാട് പുസ്തകങ്ങൾ അത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ച ചെയ്യപ്പെട്ടതിന്റെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചർച്ച ചെയ്ത പുസ്തകങ്ങൾ മാത്രമല്ല, നമ്മുടെ മനുഷ്യ സമൂഹത്തില് അവരുടെ അതിന്റെ സ്നേഹം, അതിന്റെ സൗഹൃദം, അതിന്റെ ആശയം, ഇതൊക്കെയാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു വലിയ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് ഇങ്ങനെയാണ് പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലനത്തെയും ഇരുളും പിടിച്ചതും തിരവാഴ്ചകൊള്ളാത്ത പെരിയ സത്യത്തിന്റെ നിർവികാരത്വമായി ആകാശഗർഭത്തിൽ ആത്മതേജത്തിന്റെ ഓങ്കാര ബീജം തെരഞ്ഞും എല്ലാരും ഒന്നെന്ന ശാന്തിപാഠം തനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ഇരുൾ തേടി അലയും ആത്മാക്കളോട് അദ്വൈതം ഉരിയായി ഞാനിരിക്കുമ്പോൾ
കുറവിന്റെ കല്ലെറിഞ്ഞ് കൂടെ പിറന്നവർ ഭൂമി നാരായണത്വ ഭ്രാന്തൻ എന്ന് മധുസൂദനൻ വളരെ സുഖമായിട്ട് ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കാണും ഞാൻ 1 കോടി ദേവനൈരാശ്യം. ജ്ഞാനത്തിനാൽ കുമ്പിൾ നീട്ടുന്ന പൂവിന്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം. ജീവന്റെ നീതിക്കിരക്കുന്ന പ്രാവിന്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം. മിഴുനീരിലെരിയുകയാണെല്ലാം ഊഴിയിൽ ദാഹമേ ബാക്കി, ഊഴിയിൽ ദാഹമേ ബാക്കി എന്ന് പറയുന്നുണ്ട്. എന്റെ അവസാനം വരുന്നത് ഈ ഇതിനെ മൊത്തം കടലെടുക്കും, നാളെ ഒരു നല്ല കാലം വരും, എന്റെ ചുടലപ്പറമ്പിനെ തിരുതുള്ളി ദൈത്യ സിംഹാസനങ്ങളെ കടലെടുക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള ഒരു ലോകം കടന്നു വരുമെന്നും മധുസൂദനൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അവരെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്കും ഈ സ്വപ്നം കാണാൻ കഴിയണം. നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ആളുകൾ ഇങ്ങനെ സ്വപ്നം കാണുമ്പോഴാണ് ഇതിന്റെ ഒരു എന്താണ് പറയാ, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ എന്ന് ഈ പറയുന്ന വിജ്ഞാനത്തെ നാളെ ഈ പന്തങ്ങളായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അക്ഷരങ്ങൾ മൂർച്ചയുള്ള ഒരായുധമാകുമ്പോൾ, പുസ്തകങ്ങൾ തങ്ങളുടെ കൂട്ടുകാരാകുമ്പോൾ, സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികൾ ഒക്കെ നമ്മുടെ ഇംഗിതം പോലാവും. എത്ര മനോഹരമായ സങ്കല്പമാണ്. ആ സങ്കല്പത്തെയാണ് നമ്മൾ പിന്നെ ലൈബ്രറികളിലൂടെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഉയർന്നു വരേണ്ടത്. അതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്. എത്രമേൽ സരസമായ വിഷയങ്ങൾ, അത്രമേൽ കഠിനമായ മാർഗങ്ങൾ. ഈ മണ്ണിലാണ് ജീവൻ, ഈ നിമിഷമാണ് എന്റെ പർദീസ. മുന്നോട്ട് ഓരോ യാത്രകളും അങ്ങനെയാണ്. യാത്രാ പ്രേരണാണെന്ന് അറിയാം. ഈ പ്രായത്തിലും ഒരു യാത്രാ പ്രേമിയാണ്. സാറ് പോയ യാത്രകളിൽ സാറ് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുള്ള ഒരു മഹത്തായ എഴുത്തുകാരനാണ്. രവീന്ദ്രന്റെ യാത്രകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ MP വീരേന്ദ്രകുമാർ യാത്രകളുടെ ഒരു വലിയ യാത്രകൾ നടത്തിയിട്ടുള്ളതാണ്. SK അങ്ങനെ നിരവധി ആളുകൾ, അത് എത്രയാണെന്ന് പറയാൻ കഴിയില്ല. യാത്രകളുടെ ഒരു വലിയ സഞ്ചയം തന്നെയുണ്ട്. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ ഓരോ യാത്രകൾ പോകുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ് നല്ല യാത്ര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു, ഒരുപാട് ദേശങ്ങൾ കാണുന്നു. അങ്ങനെ ഈ ഓരോ ദേശത്തിനും ഓരോ പിന്നെ വ്യത്യസ്തതകളുണ്ട്. അതുപോലെ തന്നെ അതിപ്പോ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ പോയ ഒരു സമയമുണ്ട്. ആ വാലി ഓഫ് നമ്മളതിന്റെ കുന്നുകൾ കയറി ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ സൈഡിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പൂക്കളുമാണ് നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം. നമ്മള് കർണാടകത്തിൽ പോയി കഴിഞ്ഞാൽ കർണാടകത്തില് പിന്നെ ഇത് എന്താണ് അവിടെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ പിന്നെ വാസ്തുവിദ്യ ശില്പമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുറെ കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് പിന്നെ ശ്വേതാംബരനായിട്ടുള്ള പിന്നെ ശ്രാവണബെലഗോള വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ ഓരോ സ്ഥലത്തും ഈ വേണ്ട നമ്മള് വാൾപ്പാറയ്ക്ക് പോയിക്കോളൂ. വാൾപ്പാറയിലേക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയിക്കോളൂ. ഇങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ രീതിയിലുള്ള ഒരു മനസ്സുണ്ട്. അതാണ് അതിനകത്ത് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തായാലും നമ്മൾ ഓരോ യാത്രയും നമ്മളെ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഒരു ആലിന്റെ കീഴിൽ പോയി നിൽക്കുമ്പോൾ ആലിന്റെ ആ ഒരു ആലെന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. വടവൃക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംവിധാനമാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ മഹാഭാരതത്തിൽ നിന്നൊക്കെ വേണമെങ്കിൽ പലരും അതിനെ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ നിൽക്കുമ്പോൾ, ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ, കുന്നുമിടാരിയിലായാലും ശരി, ഇനി എട്ടാമ്പാട്ടിലെ നെയ്തലയിലായാലും ശരി, ഇനി അതല്ല നമ്മള് പിന്നെ ഹിമാലയത്തിലായാലും ശരി, അതല്ല നമ്മള് പിന്നെ കർണാടക ശ്രാവണബെലഗോളയായാലും എല്ലാ ഇതിലും ഇനി പിന്നെ മലമ്പുഴ ആയാലും എങ്ങനെ എവിടെ പോകുമ്പോഴും
പിന്നെ നമുക്ക് ഒരു പുതിയ സ്ഥലം, പുതിയ ആശയം, പുതിയ ആൾക്കാരെ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ശുദ്ധീകരിക്കും. ഈ ശുദ്ധീകരണത്തെയാണ് അങ്ങനെ ഒരു ശുദ്ധീകരണം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നമുക്ക് കുംഭകോണത്തോ രാമേശ്വരത്തോ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ നമ്മൾ എന്താവാൻ വേണ്ടി പാടില്ല, അതിൽ മാത്രം അഭിരമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അതിനെ ആസ്വദിക്കാൻ, അതിന്റെ ചരിത്രം മനസ്സിലാക്കാൻ, അങ്ങനെ ജീവിതത്തെ അതിന്റെ കൂടിയിട്ട് കൊല്ലിമലയിൽ പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ പിന്നെ ഒരു വലിയ ഗർത്തമാണ്. കൊല്ലിമലയിൽ ഒരു വലിയ ഗർത്തമുണ്ട്. ആ ഗർത്തത്തിന്റെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഏറ്റവും അവസാനം ഒരു വലിയ തടാകത്തിലെത്തുന്നു. ഈ തടാകത്തിൽ നമുക്ക് കുളിക്കാം. കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ ഇങ്ങോട്ട് കേറണേ. ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ ഒരു പരുവത്തിലാവും. പക്ഷെ അത് ഇറങ്ങിപ്പോകുമ്പോഴും കയറി വരുമ്പോഴും നമ്മളിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി. സാറ് കണ്ണൂരിൽ നിന്നാണ്, കണ്ണൂരിന്റെ പുത്രനാണ്. സ്വാഭാവികമായിട്ടും ചെറുപ്പകാലങ്ങളില് പാർട്ടിയില് പ്രവർത്തിച്ചതിന്റെയും അതിന്റെ അനുഭവങ്ങളുടെയും ഒക്കെ ഒരുപാട് കഥകൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് എന്ന് പറഞ്ഞ ആളെ പറ്റി പൂർണ്ണമായിട്ടും പറയണമെങ്കിൽ സാർ പിന്തുടർന്ന് വന്ന ആ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചും അത് മാർക്സിസത്തെ കുറിച്ച് മാത്രമല്ല, സാറിനുള്ളിൽ അതേപോലെ തന്നെ ഗാന്ധിസവും അതേ തീവ്രതയിൽ തന്നെ ഗുരുവിന്റെ വചനങ്ങളും എല്ലാം ഉണ്ടെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ വൈരുദ്ധ്യാത്മക അല്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊന്നും നമുക്ക് പറയാനൊന്നും കഴിയില്ല. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതികളുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രത്യയശാസ്ത്രത്തോടാണല്ലോ നമുക്ക് കൂടുതൽ ആഭിമുഖ്യമൊക്കെ തോന്നുക. അങ്ങനെ ലൈബ്രറിയിൽ അവിടെ പ്രാദേശികമായിട്ട് നല്ല ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ പോയിരിക്കും, ഈ കാര്യങ്ങളൊക്കെ വായിക്കും. അങ്ങനെ വായിച്ച് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണ് മാർക്സിസത്തോട് ഒരു താല്പര്യം ഉണ്ടായത്. അത് സ്വാഭാവികമായിട്ടും മാർക്സിസത്തോടുള്ള താല്പര്യം പാർട്ടി പ്രവർത്തനത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമൊക്കെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നമ്മള് സർക്കാർ ഉദ്യോഗമായി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോഴും നമ്മള് ലൈബ്രറിയിലാണല്ലോ 10-20 കൊല്ലക്കാലം. ഞാൻ ഭാഗ്യവാനാണ് കേട്ടോ. എന്താ വെച്ചാല് ഈ ജീവിതം എന്ന് പറയുന്നത് ഇത്രമാത്രം വലിയ ചിന്തകളുള്ള, അതായത് ഒരുപാട് ആൾക്കാര് ജനിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ തന്നെ പിന്നിലുള്ള മനുഷ്യരുടെ വലിയ പിന്നെ ഒരു സംഭവം ഞാൻ ഇവരോടൊക്കെ സംസാരിക്കാറുണ്ട് കേട്ടോ. സംസാരിക്കാറുണ്ട്. ഈ ഓരോ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. നമുക്കൊരു അത് ഒരു വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. അവരോട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുറെ ചിന്തകളൊക്കെ നമുക്ക് വരാറുണ്ട്. ആ ചിന്തകളിൽ നിന്ന് ഗാന്ധിസത്തെ കുറിച്ചിട്ടും മാർക്സിസത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നെഹ്റുയിസത്തെ കുറിച്ചിട്ടും അതുപോലെ പിന്നെ നമ്മുടെ മറ്റുള്ള മതങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നതിൽ നിന്ന് ഒക്കെ പഠിക്കലുണ്ട്, ഒക്കെ വായിക്കുന്നുണ്ട് മാത്രമേ പറയുള്ളൂ. പഠിക്കുന്നുണ്ടെന്ന് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അത് സാറിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെടുത്ത കുറെ പേര് അപ്പൊ അതിലൊക്കെ കാണുന്നത് സാറുമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു അനുഭവത്തിന്റെ അല്ല, അതങ്ങനെയാണ് വരിക. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ഒരു കവിത പാടുന്നു, കവിത വെറുതെ ഇങ്ങനെ പാടിപ്പോകുന്നതല്ല. മനുഷ്യന്റെ കൈകൾ എന്ന് പറയുന്ന ബാലേന്ദ്രന്റെ കവിതയുണ്ട്. എത്ര മനോഹരമായ കവിതയാണത്. പിന്നെ കരിമ്പൊത്ത് തല്ലിച്ചതയ്ക്കുന്ന കൈകൾ, കരിമ്പാറ പൊട്ടി ചുടയ്ക്കുന്ന കൈകൾ, മനുഷ്യന്റെ കൈകൾ എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് ആ കവിത വരുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇതും പിന്നെ ആ കവിതക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്തരം കവിതകൾ നമ്മൾ പിന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ എന്താണ് പറയാ, അത് വ്യത്യാസം സംഭവിക്കും. പിന്നെ ചാലകൊമ്പിൽ ചാക്കുതുണിയിൽ ചളിവിരണ്ട വിരൽ കടിച്ചു ചതഞ്ഞുറങ്ങുന്നു നമ്മുടെ പുതിയ തലമുറ. അവർ കന്നമെവിടെ, അന്തി കൂടാൻ കൂര എവിടെ, അന്തി വെട്ട തിരികൊളുത്താൻ എണ്ണ എവിടെ, അല്പസ്വല്പം ഉറക്കയായ ചോദ്യമാകെ കുഴിയിലാകെ നിറഞ്ഞു നിന്നപ്പോൾ കരിയിടിഞ്ഞല്ലോ എന്ന് കടമ്പനിട്ട് ചോദിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ചോദ്യം വരുന്നത്.
നമ്മളങ്ങനെ കഥ കാണുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ജീവിതമായിട്ട് രൂപാന്തരപ്പെട്ടു പോകുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം രൂപാന്തരപ്പെടലുകൾ ഓരോ മനുഷ്യനിലും ഉണ്ടാവണം. അഭിപ്രായം ഇരുമ്പൊരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഗാന്ധിസത്തിൽ നിന്ന് നല്ലതെടുക്കുക, അതുപോലെ തന്നെ മാർക്സിസത്തിൽ നിന്ന് നല്ലതെടുക്കുക, ലെനിനിസത്തിൽ നിന്ന് നല്ലതെടുക്കുക, എല്ലാ മതങ്ങളിലുള്ള നന്മകളെ നമ്മൾ സ്വീകരിക്കുക. ഒരു മതത്തെയും നമ്മൾ പിൻപറ്റേണ്ടതില്ല, ഒരു ജാതിയെയും നമ്മൾ പിൻപറ്റേണ്ടതില്ല, ഒരു ഇസത്തെയും നമ്മൾ പിൻപറ്റേണ്ടതില്ല. പക്ഷെ മറിച്ച് ഇതിൽ നിന്നൊക്കെയുള്ള മനുഷ്യത്വത്തെ രൂപപ്പെടുത്തുകയും അത് ആസൂത്രണത്തിലും സാമൂഹ്യ പ്രക്രിയയിലും ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്ന ഒരു നല്ല തലമുറ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അപരനോടുള്ള ഒരു കരുതലും ഒരു സ്നേഹവും നമുക്ക് രൂപാന്തരപ്പെട്ടു വരും. അതിലെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ വാക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല കാലം വരണം. ആ കാലത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു നല്ല ലോകം അത് രൂപപ്പെട്ടു വരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. അതിന് നമുക്ക് ഈ വിജ്ഞാനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക, അതിലെ കലകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുക, സമൂഹത്തെ മൊത്തമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഉപകരണമാക്കിയിട്ട് ലൈബ്രറിയെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇപ്പൊ അവസാനമായിട്ടൊരു ഭദ്രവാക്യം എന്നുള്ള നിലയിൽ ഞാനൊരു കവിത പാടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് നാളെയിൽ ഞാനും ചിതയായി മാറും, ചിതയായിടുമ്പോൾ ഇരുളൊട്ടു നീങ്ങും, ചിതകത്തടങ്ങും കനൽ മാത്രമാകും, കനലാറിടുമ്പോൾ ചൂചാമ്പലാകും, ചെറുപുൽക്കൊടിക്കും വളമായി മാറും. അയ്യോ, കൺക്ലൂഷനായിട്ട് അങ്ങനെ കവിത പാടിയത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇത്രയും ഊർജ്ജസ്വലനായിരിക്കുന്ന ഒരു സാറ് ഇനി മനതായി എനിക്ക് അറിയുന്നത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. അതായത് അത് ഇപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കുറെ നന്മകൾ ചെയ്യുന്നത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ആളുകളെ മുഴുവൻ സഹായിക്കാൻ പറ്റുന്ന സാമ്പത്തിക എന്റെ കയ്യിലുണ്ടോ? അയ്യോ ഇല്ല, അതൊന്നും എനിക്ക് പ്രത്യേകം അങ്ങനെ വേണമെന്ന് വിചാരിച്ച് എപ്പോഴൊക്കെ ആരൊക്കെ സഹായം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അത്ര എല്ലാ ആളുകളെയും സഹായിക്കണം എന്ന് എനിക്കുണ്ടായാലും എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല, സഹായിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷമമുണ്ട്. അത് ഒരു വിഷമമാണ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? അതിനപ്പുറത്ത് പിന്നെ അവരെ സഹായിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിലുള്ള ഒരു കുറെ പ്രവർത്തനമുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാവുന്ന കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ നാട്ടിലുള്ള നല്ല ലൈബ്രറി ഉണ്ട്. ഒരു 10-12,000-ലധികം വരുന്ന പുസ്തകങ്ങൾ, പിന്നെ ഒരു വളരെ മികച്ച രീതിയിലുള്ള ഒരു കെട്ടിടം. ഈ കെട്ടിടത്തിന് 15 ലക്ഷം രൂപയാണ് എന്റെ ഒരു സുഹൃത്തിന്റെ കുടുംബം മൊത്തമായിട്ട് സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലൈബ്രറിയായിട്ട് എന്ന് പറയുന്നത് ഞാൻ അതിന്റെ പ്രവർത്തകനായിട്ട് അവിടെ ഉണ്ടാവുകയും എന്റെ ലൈബ്രറി അനുഭവങ്ങൾ അതിനകത്തേക്ക് കൊടുക്കുകയും അങ്ങനെ ഏറ്റവും മികച്ച ലൈബ്രറി ആയിട്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവകേരള ഗ്രന്ഥാലയം ആയിരിക്കണം എന്നുള്ള അല്ല അതേ ഒരു കാര്യം എന്താ വീട്ടിന് വേണ്ടി മാത്രമുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണാം. ഇപ്പോ നമ്മള് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹം മൊത്തമായിട്ട് ഒന്ന് വളർന്ന് ഉഷാറായി മെച്ചപ്പെട്ട് വരുമ്പോ നമ്മൾ വീട്ടിന് വേണ്ടി ഒന്നും കൊടുക്കണമെന്നല്ല, വീട്ടിന് വേണ്ടി കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. എവിടെയും എനിക്കൊരു വീടുണ്ട്, ഞാൻ എഴുതി മുഴുമിക്കാത്ത കവിതയും പകയറ്റ നോട്ടവും പതിരറ്റ മൊഴികളും അപരന്റെ ദാഹത്തിന് എന്റേതിനേക്കാളും അധികമാം കരുതലും കരുണയും കുടിപാർക്കുന്ന ഒരു വീട് എനിക്കുണ്ട്. കാണുവാൻ ഉടവുന്ന നല്ല മനുഷ്യരും
അവന് നുകരാൻ കൊതിക്കുന്ന വാഴ്വിന്റെ ലഹരിയും അതും എനിക്കുണ്ട്. അങ്ങനെ എന്റെ കൊച്ചു തിണ്ണയിൽ ഞാൻ ഇരുന്ന് ഇങ്ങനെ എന്റെ ഈ കവിത ഞാൻ പാടിക്കോട്ടെ എന്ന് മാത്രമാണ് നമുക്കുള്ള ഒരു വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. മുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇനി നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്കു മറ്റൊരാൾ കണ്ണിമയ്യമാതെ കാവൽ നിന്നിടണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ ഉറക്കത്തിന് വേണ്ടിയിട്ട് കണ്ണിമയ്യമാതെ കാവൽ നിൽക്കാം എന്ന് മാത്രമാണ് നമുക്കുള്ള ഒരു സന്ദേശം. മനുഷ്യൻ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ എത്തിപ്പോട്ടിട്ട് അവസാനം പോവുകയും